വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SGOU MA അറബിക് സെക്കൻഡ് സെമസ്റ്റർ അപ്രീഷിയേറ്റിംഗ് അറബിക് ഡ്രാമ എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടംപററി അറബിക് തിയേറ്റർ ഇൻ ദ അറബ് വേൾഡ്. അറബ് ലോകത്തെ ആധുനിക അറബ് നാടകങ്ങളെക്കുറിച്ചാണ് മൂന്നാമത്തെ ബ്ലോക്കിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് അൽ മസ്രഹിയ അൽ അറബിയ ബഅദ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിന് ശേഷമുള്ള അറബ് നാടകത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. തൗഫീഖുൽ ഹക്കീമിൻ്റെ നാടക സംഭാവനകളെക്കുറിച്ച് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അൽ അദബുൽ അറബി അൽ മുആസിർ, ഏറ്റവും ആധുനികമായിട്ടുള്ള അറബ് സാഹിത്യം. അത്തയ്യാറാത്തുൽ മസ്രഹിയ അൽ മുആസിറ ഫിൽ അദബിൽ അറബി, അറബ് സാഹിത്യത്തിലെ ആധുനികമായ നാടകത്തിലെ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങൾ, മൂവ്മെൻറ്റുകൾ. അൽ മസ്രഹ് അൽ മൽഹമി എപ്പിക് തിയേറ്റർ, അൽ മസ്രഹു തജ്രീബി, അൽ മസ്രഹുൽ ഇഹ്തിഫാലി, അൽ മസ്രഹുൽ വസായിഖി, മസ്രഹുൽ ഹക്കവാത്തി, പിന്നെ അൽ മസ്രഹിയാത്തു ഷിഅരിയ അല്ലെ, പോയറ്റിക് ഡ്രാമകൾ. സലാഹ് അബ്ദുസ്സുബൂർ, നജീബ് സുറൂർ, ഈ രണ്ട് സാഹിത്യകാരന്മാർ. ഇതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ ഒരു ഓവർവ്യൂ. അൽ മസ്രഹുൽ അറബി അൽ മുആസിർ, ആധുനികമായ അറബ് നാടകത്തെ കുറിച്ച് പറയുമ്പോൾ ഹുവ മർഹലത്തുൻ ജദീദ ബദഅത് ഫിൽ ഖംസീനാത്ത്, 1950കളിൽ തുടക്കം കുറിച്ച ഒരു കാലഘട്ടമാണ് ഈ മുആസിർ എന്നുകൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനൽ ഖർനിൽ ഇശ്രീൻ, 20ാം നൂറ്റാണ്ടിൻ്റെ 50കളിൽ, അതായത് 1950കളിൽ തുടക്കം കുറിച്ച ഒരു ഘട്ടമാണ് ഈ അൽ മസ്രഹുൽ അറബി അൽ മുആസിർ. വമാ സാലത്ത് മുസ്തമിറത്തൻ ഹത്തൽ യൗം, ഇന്നും ആ ഒരു കാലഘട്ടമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അഹമിയത്തുഹു ലൈസത് ഫി സമനിൽ കാതിബി ഫഖത്ത് ബൽ ഫി തജ്ദീദി വ മുവാകബത്തി മശാകിലി വ ഖളായൽ അസ്ർ, എഴുത്തുകാരന്റെ കാലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല, മറിച്ച് കലകളെ പുനരാവിഷ്കരിക്കുന്നതിൽ, അതുപോലെ തന്നെ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു കാലഗണന തീരുമാനിക്കുന്നത്. ഈ ഒരു കാലയളവിൽ സാഅദ തൗഫീഖുൽ ഹക്കീം അലാ തർസീഖി മക്കാനത്തിൽ മസ്രഹിൽ അറബി, അറബ് നാടകങ്ങളുടെ പൊസിഷൻ വളരെ സജീവമാക്കുന്നതിൽ, ദൃഢമാക്കുന്നതിൽ തൗഫീഖുൽ ഹക്കീം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ലിഅന്നഹു ജമഅ ബൈനൽ ഫിക്രി വത്തജ്രിബ അൽ അമലിയ, അദ്ദേഹം ചിന്തയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ കോമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു നാടകകൃത്തായിരുന്നു. വജഅലൻ നാസ യഹ്തരിമൂന നസ്സൽ മസ്രഹി, അദ്ദേഹമാണ് നാടകകലയെ ജനങ്ങൾക്കിടയിൽ ഒരു ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാൾ. وبعد ثورة 1952 1952 ഈജിപ്തിലെ രാജഭരണമൊക്കെ അവസാനിപ്പിച്ച ഒരു വലിയ വിപ്ലവം നടക്കുന്നുണ്ട്. ആ വിപ്ലവത്തിന് ശേഷം ലഹറത്ത് മസാലിഹ് ജദീദ നാഖഷത്ത് ഖളായൽ മുജ്തമ വ സിയാസ ബിശക്ലിൻ വാദിഹ്. 1952 കലാപത്തിന് ശേഷം ഒരുപാട് പുതിയ പുതിയ ഡ്രാമകൾ ഉദയം ചെയ്യാൻ തുടങ്ങി. അത് സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന രൂപത്തിലുള്ള പല നാടകങ്ങളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഓക്കെ, ഇനി മുന്തസഫിൽ ഖംസീനാത്ത്, 50കളുടെ മധ്യകാലഘട്ടത്തിൽ, അതായത് 1955 ലഹറത്ത് ദഅവാത്തുൽ ഇൻഷാഇ മസ്രഹിൻ അറബിയിൻ അസീലിൻ യസ്തഫീദു മിന തുറാത്തിൽ അറബി വമിൻ ഖിബറാത്തിൽ മസ്രഹിൽ ഗർബി, പാശ്ചാത്യ നാടകത്തിൽ നിന്നും അറബ് പൈതൃകത്തിൽ നിന്നും ഉപകാരമെടുത്തുകൊണ്ടുള്ള, അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടുള്ള ആധികാരികമായ ഒരു അറബ് നാടകത്തെ ഉണ്ടാക്കാനുള്ള മുറവിളികൾ ഉയർന്നു തുടങ്ങി. 1950കളുടെ മധ്യകാലമായപ്പോഴേക്കിന് പുതിയ ഒതന്റിക് ആയിട്ടുള്ള അറബ് നാടകങ്ങൾ ഉണ്ടാക്കാനുള്ള മുറവിളികൾ ഉയർന്നു തുടങ്ങി. ഫിന്നിസ്ഫിസാനി മിനൽ ഖർനിൽ ഇശ്രീൻ, 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ബദഅൽ മസ്റഹു യബ്തഇദു അനിൽ അസാലീബിൽ ഖദീമ വത്താരീഖിയ്യ, ചരിത്രപരവും പ്രാചീനവുമായിട്ടുള്ള നാടകത്തിന്റെ ശൈലികളിൽ നിന്നൊക്കെ പുതിയ നാടകം വിദൂരത്താകാൻ തുടങ്ങി. പുതിയ പുതിയ ട്രെൻഡുകൾ വന്നിട്ട്
പഴയ ശൈലികളിൽ നിന്നൊക്കെ എന്താവാൻ തുടങ്ങി, വിദൂരത്താകാൻ തുടങ്ങി. അസ്ബഹ യുനാഖിഷു ഖളായ നാസ് വമശാകിലിൽ മുജ്തമഅ. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി നാടകങ്ങളിൽ. വഫി സിത്തീനാത്ത് വസമാനിയാത്ത് ളഹറ മസ്റഹു തജ്രീബി ബിഖുവ. 1960കളിൽ 80കളിലൊക്കെ എക്സ്പീരിമെന്റൽ നാടകങ്ങൾ കൂടുതൽ ശക്തിയാർജിച്ചു വന്നു. ലാക്കിന്നഹു തവഖഫ ഖലീലൻ ബിസബബി ഹർബിൽ ഖലീജ്. എന്നാൽ 1990കളായപ്പോൾ ഗൾഫ് വാർ നടക്കുന്നുണ്ട്. ഗൾഫ് വാറിൽ പിന്നെ ഒരുപാട് ഇറാഖിന്റെ കുവൈത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം നടക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ഗൾഫ് വാർ. ആ ഒരു സമയത്ത് ഈ നാടക കല ഒന്ന് സ്റ്റോപ്പായി. സുമ്മ ആദ വൻതശറ മിൻ ജദീദ്. പിന്നെ വീണ്ടും അത് പുനർജീവിക്കുകയും അറബ് ലോകത്ത് വ്യാപിക്കുകയും ചെയ്തു. വമിൻ അഹമ്മി റുവാദ് ഫി ഹാദിഹിൽ ഫത്ര. ഈ ഒരു കാലയളവിലെ ഏറ്റവും ആധുനികമായ അറബ് നാടകത്തിന്റെ കാലയളവിലെ പ്രധാനപ്പെട്ട അതിന്റെ നാടകകൃത്തുകളാണ് യൂസുഫ് ഇദ്രീസ്, ഗസ്സാൻ കൻഫാനി, സഅദുല്ലാ വന്നൂസ്, മുഹമ്മദുൽ മാഊദ്, അൽഫ്രദ് ഫറജ്, റൂജിയ അസാഫ് പോലുള്ള ആളുകളൊക്കെ. ഇനി അത്തയ്യാറാത്ത് അൽ മസ്റഹിയ അൽ മുആസിറ ഫിൽ അദബിൽ അറബി. അറബ് സാഹിത്യത്തിലെ ആധുനികമായ നാടകത്തിന്റെ മൂവ്മെന്റുകൾ, നാടക പ്രസ്ഥാനങ്ങൾ. ബദഅ അൽ മസ്റഹുൽ അറബി ബിബിദായത്തിൻ ക്ലാസിക്കിയ. അറബ് നാടകം തുടക്കം കുറിക്കുന്നത് ക്ലാസിക്കൽ അവതരണത്തോടുകൂടി, ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള രൂപത്തിലാണ്, ക്ലാസിക്കൽ ട്രെൻഡിലാണ് ആദ്യമായി അറബ് ലോകത്ത് നാടകം അവതരിച്ചത്. ഉദാഹരണത്തിന് മാറൂൻ നുക്കാഷ് ആദ്യമായി അൽ ബഖീൽ എന്ന നാടകം എഴുതിയതൊക്കെ ഒരു ക്ലാസിക്കൽ ട്രെൻഡിലായിരുന്നു. എന്നാൽ തഖദ്ദുമിൽ ഫന്നിൽ മസ്റഹി, നാടകകല പുരോഗതി പ്രാപിച്ചതോടുകൂടി ലഹറ മില്യോഡ്രാമ, മെലോഡ്രാമ എന്ന് പറയുന്ന ഒരു പുതിയ ട്രെൻഡ് ഉദയം ചെയ്തു. ആലായത് യൂസുഫ് വഹബി. യൂസുഫ് വഹബിയുടെ കരങ്ങളിലൂടെ മെലോഡ്രാമ എന്ന് പറയുന്ന ഒരു പുതിയ ട്രെൻഡ്, അല്ലെ? മെലോഡ്രാമ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രോങ് ഇമോഷനുകൾക്ക് ഫോക്കസ് കൊടുത്തിട്ടുള്ള, എക്സഗ്രേറ്റ് ചെയ്യുക, ഇമോഷനുകളൊക്കെ കൂടുതൽ എക്സഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തരം നാടക എഴുത്താണ് മെലോഡ്രാമ എന്ന് പറയുന്നത്. ആ ഒരു പിന്നെ ശൈലി യൂസുഫ് വഹബിയിലൂടെ പ്രത്യക്ഷപ്പെട്ടു. സുമ്മൽ മസ്റഹിയ അൽ വാഖിയ. പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമകൾ വന്നു. അൽ ഫൽസഫിയ, ഫിലോസഫിക് ആയിട്ടുള്ള നാടകങ്ങൾ വന്നു. തൗഫീഖുൽ ഹക്കീം, തൗഫീഖുൽ ഹക്കീമിന്റെ വരവോടുകൂടി. وفي المسرح المعاصر ظهرت تيارات جديدة نتيجة تأثر المسرحيين بالغرب والرغبة في تكوين تجربة عربية أصيلة والحفاظ على الهوية ومعالجة قضايا الإنسان العربي. ആധുനികമായ നാടകത്തിന്റെ ഈ ഒരു കാലയളവിൽ ലഹറത്ത് തയ്യാറാത്ത് ജദീദ, പുതിയ പുതിയ ട്രെൻഡുകൾ ഉദയം ചെയ്യാൻ തുടങ്ങി. എന്ത് കാരണത്താൽ? അറബ് നാടക എഴുത്തുകാർ പാശ്ചാത്യ ലോകവുമായിട്ട് കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും പുതിയ ഓതന്റിക് ആയിട്ടുള്ള തനി അറബിയിലുള്ള പുതിയ നാടകങ്ങൾ രചിക്കാനുള്ള അവരുടെ താല്പര്യവും, അറബ് സമൂഹത്തിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാനും മനുഷ്യന്റെ അറബ് സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള അവരുടെ താല്പര്യം, ഇതൊക്കെ കാരണത്താലാണ് പുതിയ പുതിയ ട്രെൻഡുകൾ, മൂവ്മെന്റുകൾ അറബ് നാടകത്തിൽ ഉദയം ചെയ്യാനുള്ള കാരണം. ഇനി ആ പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോമിനന്റ് ആയ മൂവ്മെന്റുകളാണ് മസ്റഹ് മൽഹമി, മസ്റഹ് തജ്രീബി, ഹക്കവാത്തി, ഇഹ്തിഫാലി, സിയാസി, വസായിഖി, തസ്ജീലി. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഒന്നാമതായി അൽ മസ്റഹുൽ മൽഹമി. കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അൽ മസ്റഹുൽ വസായിഖി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു മസ്റഹിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, ഈ ട്രെൻഡിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുണ്ടാവും. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും കുറച്ച് പോയിന്റുകൾ ഒന്ന് പഠിച്ചു വെക്കണത് നല്ലതാണ്. മസ്റഹുൽ മൽഹമി എന്ന് പറഞ്ഞാൽ, മൽഹമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുരാണങ്ങളാണ്. മൽഹമ എന്ന് പറഞ്ഞാൽ ശരിക്കും പുരാണം, അതായത് ദീർഘമായ കവിതകൾ. അതായത് അതിൽ ഇപ്പോൾ രാമായണം, മഹാഭാരതം എന്നൊക്കെ പറയുന്ന പോലെ ദീർഘമായ വരികളുള്ള, ദീർഘമായ കവിതകളുള്ള കവിതക്കാണ് പുരാണം എന്ന് പറയാം. അതിൽ ഒരുപാട് കഥകളും ചരിത്രങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ വരും. കേവലം ഒരു കഥാപാത്രമല്ല, അതിൽ ഒരുപാട് കഥകളും ഇതൊക്കെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു നാടകവും അതേപോലെയായിരുന്നു. ഒരുപാട് സംഭവങ്ങളിലൂടെ, ഒരുപാട് കഥകളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ടാണ് അൽ മസ്റഹുൽ മൽഹമി എന്ന പേര് ഇതിന് വരാനുള്ള കാരണം കേട്ടോ.
المسرح الملحمي هو شكل جديد من أشكال المسرح ظهر في بداية القرن العشرين. ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇത് ഉദയം ചെയ്തത്. وكان مختلفا عن المسرح التقليدي. പരമ്പരാഗതമായ നാടകത്തെ തൊട്ടൊക്കെ ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. അല്ലതി എന്താണ് പരമ്പരാഗതമായ നാടകത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? യുറക്കിസു അലാ ഹിക്കായത്തി ഷഖ്സിൻ വാഹിദ ബത്തലിൻ മുഅയ്യൻ. കൃത്യമായ ഒരു ഹീറോയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഹിക്കായത്തിൽ മാത്രം ഫോക്കസ് ചെയ്തതായിരുന്നു പരമ്പരാഗതമായ നാടക ശൈലി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു മസ്റഹ് മൽഹമി എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യം, അനീതി, യുദ്ധം പോലുള്ള സമൂഹത്തിലെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യുക എന്നതായിരുന്നു മസ്റഹ് മൽഹമിയുടെ ലക്ഷ്യം. അതിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽ കാത്തിബുൽ അൽമാനി, ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടുള്ള ബെർട്ട്ലെറ്റ് ബ്രച്റ്റ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു നാടകത്തിന്റെ റൂൾസുകൾ ഉണ്ടാക്കുകയും തന്റെ കൃതികളിൽ അത് പ്രാക്ടിക്കൽ ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രത്യേകതകൾ: മസ്റഹുൽ തഫ്കീരി വത്തഅമ്മുൽ, ചിന്തക്കുള്ള ഒരു നാടകമായിരുന്നു ഇത്. ചിന്തിക്കാനുള്ള, കേവലം എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിരുന്നു കണ്ടില്ല. ലാ മുജറദ് തസ്ലിയ, ഒരു എൻജോയ്മെന്റിന് വേണ്ടി മാത്രമുള്ളതല്ല, പിന്നെ ചിന്തിക്കാനുള്ള, ആലോചിക്കാനുള്ള നാടകങ്ങളായിരുന്നു മസ്റഹ് മൽഹമി. ഇതില് പുതിയ പുതിയ ടൂളുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ശ്രോതാവിനെ കഥയുമായി കൂടുതൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ആക്കുന്നതിന് പകരം, പൂർണ്ണമായി അതിൽ ഉൾക്കൊള്ളിക്കുന്നതിന് പകരം ഈ കഥയുടെ, ഈ നാടകത്തിന്റെ സന്ദേശത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന, പെട്ടെന്നൊരു പിടുത്തം കൊടുക്കാത്ത രൂപത്തിലുള്ള രചനകളാണ് ഈ മസ്റഹ് മൽഹമിയിൽ ഉണ്ടായിരുന്നത്. ഇതിനാണ് യുസമ്മ തഗ്രീബ് എന്ന് പറയാം. ഒരു അപരിചിതത്വം സൃഷ്ടിക്കുക, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള പിന്നെ കഥകളിലൂടെ ശ്രോതാവിനെ, ഓഡിയൻസിനെ കൊണ്ടുപോവുക എന്നതാണ്. ഇതിന് കാര്യമായിട്ട് ടെക്സ്റ്റ് വരും, അഭിനയം വരും, മ്യൂസിക് വരും, പ്രൊഡ്യൂസിംഗ് ഒക്കെ മസ്റഹ് മൽഹമിയിൽ വരും. എന്നാൽ അറബ് ലോകത്തേക്ക് വരുമ്പോൾ, അറബ് ലോകത്ത് മസ്റഹ് മൽഹമി ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് സഅദുല്ലാ വന്നൂസിലൂടെയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അടുത്ത യൂണിറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. 1967 ഈ നുക്സക്ക് ശേഷം, അതായത് 1967 അറബികൾക്ക് വലിയ പരാജയം നേരിടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈജിപ്ത്, ജോർദാൻ, സിറിയ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്കൊക്കെ വലിയ പരാജയം നേരിട്ട ആ ഒരു കാലഘട്ടത്തിൽ ആ സമയത്താണ് അറബ് നാടകകൃത്തുക്കൾ ഈ മസ്റഹ് മൽഹമിയിലേക്ക് അഭയം പ്രാപിച്ചത്. എന്തിനു വേണ്ടി? അവരുടെ ഐഡന്റിറ്റിയെ അന്വേഷിക്കാൻ വേണ്ടി. സോഷ്യൽ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ, അവിടുത്തെ സിറ്റുവേഷനുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും അവര് അഭയം പ്രാപിച്ച ഒരു നാടക ശൈലിയായിരുന്നു മസ്റഹ് മൽഹമി. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് സഅദുല്ലാ വന്നൂസ്, യൂസുഫ് ഇദ്രീസ്, അൽഫ്രദ് ഫറജ്, അതുപോലെ റോജിയോ അസാഫ് എന്ന് പറയുന്ന ഒരാൾ. അടുത്ത ഒരു ട്രെൻഡാണ് അൽ മസ്റഹു തജ്രീബി. തജ്രീബി എന്ന ആ വാക്ക് തന്നെ നമുക്കറിയാം, എക്സ്പെരിമെന്റൽ തിയേറ്റർ ആണ്. പുതിയ പുതിയ ശൈലികളെ പരിശോധിക്കുക, കണ്ടെത്തുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. തജ്രീബി, അത് എക്സ്പെരിമെന്റിലൂടെ, അതായത് പുതിയ നാടകത്തിൽ പുതിയ പുതിയ ശൈലികൾ, ഉസ്ലൂബുകൾ, സ്റ്റൈലുകൾ ആവിഷ്കരിക്കുക എന്നതാണ് മസ്റഹ് തജ്രീബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരമ്പര്യത്തെ നിരാകരിക്കുന്നു. നമുക്കൊക്കെ ചിരപരിചിതമായ നാടകത്തിന്റെ ആ ഒരു ശൈലിയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നു. നാടകമെഴുത്തിൽ പുതിയ ശൈലികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് മസ്റഹ് തജ്രീബിയുടെ പ്രത്യേകത. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കേവലം ലാഭം ഉണ്ടാക്കാനോ കച്ചവടത്തിനോ വേണ്ടിയായിരുന്നില്ല. ബൽ അൽ വുസൂലു ഇലാ ഹഖീഖ ഫന്നിയ ജദീദ, പുതിയൊരു കലയുടെ റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന് വ്യത്യസ്തമായ പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരുന്നു. പൊളിറ്റിക്സ്, ചിന്ത, മതം, മനുഷ്യന്റെ അസ്തിത്വം പോലുള്ള പല പല വിഷയങ്ങളും മസ്റഹ് തജ്രീബിയയിൽ വിഷയീഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉദയം 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വെസ്റ്റേണിലാണ്, അതുപോലെ പാശ്ചാത്യൻ ലോകത്താണ് ഇത് ആദ്യമായി ഉദയം ചെയ്യുന്നത്.
ആൽഫ്രഡ് ജെറി എന്ന് പറയുന്ന ഒരാളുടെ ഓബോ എന്ന് പറയുന്ന നാടകത്തിലൂടെയാണ് ആദ്യമായി മസ്രഹ് തെജ്രീബി ഉണ്ടായിത്തീരുന്നത്. അദ്ദേഹം നിലവിലുണ്ടായിരുന്ന എഴുത്തിന്റെ ശൈലികളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് പുതിയൊരു ശൈലിക്ക് തുടക്കം കുറിച്ചതാണ്. മസ്രഹ് തെജ്രീബിയെ കുറിച്ച് സാഹിത്യ നിരൂപകന്മാരുടെ അഭിപ്രായങ്ങളാണ്: അൽ ബഅ്ദു റആഹു തമറുദൻ അലാ ഖവാഇദി സാബിത വമുർതബിതൻ ബിഹുജ്ജിയത്തി തഅബീർ. ഇവിടെ നിലവിലുള്ള നിയമങ്ങളുടെയൊക്കെ മേലിലുള്ള ഒരു റിബലായിട്ട്, അതിനൊരു എതിരായിട്ട് വന്ന ഒരു ശൈലിയാണ് മസ്രഹ് തജ്രീബി എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു. വേറെ ചില ആളുകൾ ഇഅ്തബറൂഹു അന്നഹു യഖൂമു അലൽ മസ്ജി ബൈനൽ മാദി വൽ ഹാദിർ വൻഫിതാഹിൻ അല സഖാഫാത്തിൽ ഉഖറ. കഴിഞ്ഞു പോയ കാലത്തിന്റെയും പ്രസന്റ് കാലത്തിന്റെയും ഇടയിലുള്ള ഒരു മിക്സിംഗ് ആണ് ഏത് മസ്രഹ് തജ്രീബി എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ള കൾച്ചറുകളിലേക്കൊക്കെ ഓപ്പൺ മൈൻഡോട് കൂടി ഇറങ്ങിച്ചെല്ലുക എന്നതാണ്. വേറെ ചില ആൾക്കാർ പറയുന്നത് വഹുനാക മൻ റഅ അന്ന കുല്ല മസ്റഹിയ ഫിഹാ നൗഉം മിന തജ്രീബ്. ചില ആൾക്കാരുടെ അഭിപ്രായത്തിൽ എല്ലാ നാടകത്തിലും ഒരു തരത്തിലുള്ള എക്സ്പെരിമെന്റ് ഉണ്ട് എന്നാണ് ചില ആളുകളുടെ അഭിപ്രായം. മറ്റൊരു ട്രെൻഡാണ് അൽ മസ്റഹുൽ ഇഹ്തിഫാലി, റിച്വൽ തിയേറ്റർ എന്ന് പറയുന്നത്. ഇഹ്തിഫാൽ എന്ന് പറഞ്ഞാൽ തന്നെ ആഘോഷം എന്നാണല്ലോ അർത്ഥം. هو نوع من المسرح يعتمد على الاحتفالات الشعبية والتراث القديم في الأدب والفن. കലയിലും സാഹിത്യത്തിലും പ്രാചീന പൈതൃകത്തെയും അതുപോലെ തന്നെ നാടൻ ആഘോഷങ്ങളെയും ഓരോ നാട്ടിലെയും അവരുടെ നാടുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെയൊക്കെ അവലംബിച്ചുകൊണ്ട് എഴുതപ്പെടുന്ന നാടകമാണ് അൽ മസ്റഹുൽ ഇഹ്തിഫാലി. യഖൂമു അലാ കസിൽ ഹാജിസ് ബൈനൽ മുമസ്സിൽ വൽ ജുംഹൂർ. അഭിനയിക്കുന്ന ആളും ഓഡിയൻസും തമ്മിലുള്ള എല്ലാ തടസ്സങ്ങളും പൊട്ടിക്കുന്ന രൂപത്തിൽ, അതായത് അവർക്കിടയിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ രണ്ടുപേരും ഒരേപോലെ അഭിനയിക്കുന്ന തരത്തിലേക്ക് എത്തുന്ന നാടകങ്ങളാണ് അൽ മസ്റഹുൽ ഇഹ്തിഫാലി. ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഇത് ഉപയോഗിച്ചിരുന്നത് പഴയ പാരമ്പര്യത്തെയാണ്. അതുപോലെ പൈതൃകമായ കാര്യങ്ങൾ, മിസ്ലൽ അദബി, സാഹിത്യം, സൂഫിസം, ഐതിഹ്യങ്ങള്, അതുപോലെ നാട്ടു ചരിത്രങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഇദ്ഖാൽ ഷഖ്സിയാത്തുൽ ഖദീമ ഫി ഖിസസിൻ മുഅസിറ. ആധുനികമായ കഥയുടെ രൂപത്തിൽ പഴയ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു. അൽ-ഇഅ്തിമാദു അൽ ഹിവാരിൽ മുബാഷിർ വത്തവാസുൽ ഹയ്യ് മഅൽ ജുംഹൂർ. ഓഡിയൻസിനോടുള്ള ആക്റ്റീവായിട്ടുള്ള വളരെ ലൈവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഇതൊക്കെയാണ് അൽ മസ്റഹുൽ ഇഹ്തിഫാലിയുടെ വ്യത്യസ്ത സവിശേഷതകൾ. പിന്നെ ഇത് തുടക്കം കുറിക്കുന്നത് 1967 അറബ് രാജ്യങ്ങളുടെ പരാജയത്തിന് ശേഷമാണ്. ആ സമയത്താണ് അറബ് രാജ്യങ്ങളിലെ സാംസ്കാരിക നായകന്മാർക്ക് അനുഭവപ്പെട്ടത് ബിഹാജത്തിൻ ഇലാ മസ്റഹിൻ അറബിയ്യിൻ അസീൽ. ആധികാരികമായ ഒരു അറബ് നാടകം, സ്വന്തം തനത് അറബി ശൈലിയിലുള്ള നാടകം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മസ്റഹ് ഇഹ്തിഫാലി ഉദയം ചെയ്യുന്നത്. എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? അൽ-ഇബ്തിആദു അൻ തഖ്ലീദിൽ മസ്റഹിൽ ഗർബി. പാശ്ചാത്യ നാടകത്തെ ഫോളോ ചെയ്യുന്നതിന് തൊട്ടൊക്കെ അകന്നു നിൽക്കുക. വ ഇദ്ഹാറുൽ ഹുവിയ്യ സഖാഫിയ അൽ അറബി. അറബ് കൾച്ചറിന്റെ ഐഡന്റിറ്റിയെ പ്രകടിപ്പിക്കുക. ഇതിലെ പ്രധാനപ്പെട്ട ആളുകളാണ്, അറബിയിലുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് അബ്ദുൽ കരീം ബർഷീദ്. അദ്ദേഹമാണ് ജമാഅത്തുൽ മസ്റഹിൽ ഇഹ്തിഫാലി എന്ന് പറയുന്ന ഒരു സംഘടന മൊറോക്കോയിൽ സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇംറുൽ ഖൈസ് ഫി ബാരിസ്, അൻതറ ഫിൽ മറായ, അൽ മുക്കസ്സറ, ഇബ്നു റൂമി ഫി മുദുനു സഫീഹ് എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. മറ്റൊരു നാടക ട്രെൻഡാണ്, മൂവ്മെന്റ് ആണ് അൽ മസ്റഹുൽ വസായിഖി. ഇത് കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മസ്റഹുൽ വസായിഖിയെ കുറിച്ച് അര പേജ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് മസ്റഹ് വസായിഖി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡോക്യുമെന്ററി തിയേറ്റർ എന്നാണ്. ഹുവ മസ്റഹുൻ യഖൂമു അലാ അർളി അഹ്ദാസിൻ ഹഖീഖിയ്യ താരീഖിയ്യ ഔ സിയാസിയ്യ ഔ ഇജ്തിമാഇയ്യ. സാമൂഹികപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ചരിത്രപരമായോ ഉള്ള യഥാർത്ഥ സംഭവങ്ങളെ അവതരിപ്പിക്കുക. ഇത് ഭാവനകളിൽ നിന്ന് പടച്ചുണ്ടാക്കുന്നതല്ല, യഥാർത്ഥ സംഭവങ്ങളെ അവതരിപ്പിക്കുന്നു. പക്ഷെ വലാകിൻ ഫി സൂറത്തിൻ ദ്രാമിയത്തിൻ മുശവ്വഖ, വളരെ ആകർഷണീയമായ ഡ്രാമയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അൽ മസ്റഹുൽ വസായിഖി എന്നതിന് പേര്. വളരെ ആധികാരികമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ഇതിന് മറ്റു പേരുകളുണ്ട്, മസ്റഹുൽ വഖായി, അല്ലെങ്കിൽ മസ്റഹുൽ തസ്ജീരി, മസ്റഹുൽ ഹഖായിഖ് എന്നൊക്കെ അതിന് പേരുകളുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? യഅ്തമിദു അലാ മസാദിർ വാഖിഇയ്യ
വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സോഴ്സുകൾ അവലംബിച്ചുകൊണ്ടാണ് മസ്റഹ് വസായിഖി എഴുതപ്പെടുന്നത്. ഏതുപോലെ ജേണലുകൾ, സുഹുഫ് പോലെ, തക്കാരിയർ, റിപ്പോർട്ടുകൾ, മുക്കാബലാത്ത്, ഇന്റർവ്യൂകൾ, വറസായിൽ, കത്തുകളൊക്കെ പോലുള്ള വളരെ ആധികാരികമായ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നതാണ് മസ്റഹ് വസായിഖി. ഇതിന് ഡോക്യുമെന്റേഷൻ ഉണ്ട്, ഭാവനകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എന്താവുന്നു, ഇമ്പാക്റ്റ് ഉള്ളതാക്കി മാറുന്നു. അതുപോലെ ഇതിന്റെ പ്രത്യേകതയാണ് യുറക്കിസാൽ മിസ്ദാഖിയ. മിസ്ദാഖിയ എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി, വളരെ സത്യസന്ധമായിട്ടുള്ള രചനയായിരിക്കും. വദ്യഖതി താരിഖിയ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അക്യുറസി, കൃത്യതയുണ്ടായിരിക്കും. സംഭവങ്ങളിലും കഥാപാത്രങ്ങളൊക്കെ വളരെ ചരിത്രപരമായി വളരെ കൃത്യതയുള്ള അവതരണമായിരിക്കും. ഇത് 1960-കളിലാണ് കൂടുതൽ ശോഭിക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ജർമ്മനിയിലായിരുന്നു, മഹാസത്തൻ ഫിൽ അൽമാനിയ. അതിന്റെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു എർവിൻ പിസ്കാറ്റർ എന്ന് പറയുന്ന ആള്, അതുപോലെ പീറ്റർ വെയ്സ് എന്ന് പറയുന്ന ആള്, ബോച്ച്നർ എന്ന് പറയുന്ന ഒരാള്, ഡാൻഡോ എന്ന് പറയുന്ന ഒരു നാടകത്തെ ഉണ്ടാക്കി. ഇവരൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. ബോച്ച്നറുടെ ഡാൻഡോ എന്ന് പറയുന്ന നാടകമാണ് ഈ ഒരു മേഖലയിലെ ആദ്യത്തെ രചന എന്ന് പറയുന്നത്. എന്നാൽ അറബ് ലോകത്തേക്ക് വരുമ്പോൾ മസ്റഹ് വസാഇഖി 1967 ശേഷമാണ് കൂടുതൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അതിൽ കാര്യമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഫലസ്തീനിന്റെയും അതുപോലെ ലബനാനിലെ സിവിൽ വാറിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റുകൾക്കാണ് ഈ ഒരു കാലയളവിൽ കൂടുതൽ അവര് പ്രാധാന്യം കൊടുത്തിരുന്നത് അൽ മസ്റഹുൽ വസായിഖിയിൽ. അതിൽ പ്രധാനപ്പെട്ട കൃതികളാണ് നാർ വസ്സൈത്തൂൻ, അൽഫ്രദ് ഫറജാണ്, അൽ ഖത്ർ ഉസാം മഹ്ഫൂദ് എഴുതിയതാണ്, അൽ ഖളിയ യുസ്രി അൽ ജുന്ദി, ഹഫ്ല സമർ മിൻ അജ്ലി ഖംസത്തി ഹുസൈറാൻ, അത് സഅദുല്ലാ വന്നൂസിൻ്റെതാണ്, ഫജ്റുൽ മസ്റഹിൽ മിസ്രി നുഅ്മാൻ ആഷൂറിൻ്റെത് ആണ്. ഓക്കെ, ഇനി മസ്റഹുൽ ഹക്കവാത്തി, ഇത് നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ആള് ഒരു പൊതുസ്ഥലത്ത് ഇരുന്നു കൊണ്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ചില ഒച്ചകളും ശബ്ദങ്ങളും മോണോ ആക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു സംഗതിക്കാണ് ഹിക്കായത്ത്. അതിന് വന്നതാണ് ഹക്കവാത്തി എന്നുള്ളത്. ഹുവ ആദാ ഷഅബിയ ഖദീമ യഖൂമു ഫീഹ, അത് പഴയ ഒരു പരമ്പരാഗതമായ അവരുടെ ഒരു കലയാണ്, അവരുടെ ഒരു സാഹിത്യ രൂപമായിരുന്നു. യഖൂമു ഫീഹ ഷഖ്സുൻ, അതിലൊരു വ്യക്തി ബിസർദിൽ ഖിസസ്, കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഫിൽ മനാസിൽ, വീടുകളിൽ വെച്ചോ അല്ലെങ്കിൽ അവരുടെ ഷോപ്പുകളിൽ വെച്ചോ അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ വെച്ചിട്ടോ. അവരുടെ കേവലം പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, ലാ യഖ്തസിറു ദൗറുഹു അൽ ഹിക്കായ ഫഖത്ത്, ബൽ മറിച്ച് യസ്തഖ്ദിമുൽ ഹറക, അവിടെ ചലനങ്ങൾ ഉണ്ടാവും, വസ്സൗത്ത്, ശബ്ദങ്ങൾ ഉണ്ടാവും, ലിതംസീൽ ശഖ്സിയാത്ത്, ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശബ്ദങ്ങളും അതുപോലെ ചലനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വത്തഫാഉൽ മഅൽ ജുംഹൂർ, ഓഡിയൻസുമായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടാവും. ഈ ഒരു മസ്റഹ് ഹക്കവാത്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യജ്മഉ ബൈനൽ ഖിസ്സ വൽ അദാഇൽ മസ്റഹി, ഇതിൽ കഥയും അവതരിപ്പിക്കും, അതുപോലെ തന്നെ നാടകത്തിന്റെ ഒരു പെർഫോമൻസും ഇതിൽ ഉണ്ടായിരിക്കും. യുഖദ്ദിമു ഹികായാത്തിൻ ശഅബിയ്യ വ താരിഖിയ്യ വ ഉസ്തൂരിയ്യ ബിത്വരീഖ മുംതിയ, വളരെ ആനന്ദിപ്പിക്കുന്ന രൂപത്തിൽ ഇതിഹാസങ്ങളെയും ഹിസ്റ്ററി സംഭവങ്ങളെയും ഒക്കെ വളരെ മനോഹരമായിട്ട് എന്താവും അവതരിപ്പിക്കും. യഅ്തമിദു അൽ ഇർത്തിജാൽ, വളരെ പെട്ടെന്നായിരിക്കും ഇതിന്റെ അവതരണമൊക്കെ ഉണ്ടാവുക. അല്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച് തീരുമാനിച്ചതൊന്നല്ല, വളരെ ചടുലമായി പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് അവരുടെ മൈൻഡിലേക്ക് വരുന്നതിനനുസരിച്ച് അവരിങ്ങനെ അവതരിപ്പിക്കുന്ന വത്തഫാഉൽ മുബാഷിർ മഅൽ ജുംഹൂർ, ഓഡിയൻസിനോട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആയിരുന്നു. ഇതൊക്കെയാണ് മസ്റഹ് ഹക്കവാത്തിയെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ പ്രാരംഭം നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ അറബ് സമൂഹങ്ങളിൽ ഇത് വളരെ പഴക്കം ചെന്നതാണ്. ഈ അറബ് നാടകങ്ങളൊക്കെ ഉദയം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മസ്റഹുൽ ഹക്കവാത്തി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഹക്കവാത്തി എന്ന് പറയുന്ന ആൾ, അതായത് ഈ ഹിക്കായത്ത് പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ടല്ലോ, ഈ കഥാപ്രസംഗം പോലുള്ള ഈ ഒരു കല അവതരിപ്പിക്കുന്ന ആള്, അതാണ് ഹക്കവാത്തി. അദ്ദേഹം കാന യന്തഖിലു ബൈനൽ അസ്വാഖ്, അദ്ദേഹം നാണികളിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. വൽ മജാലിസ്, സദസ്സുകളിലൂടെ, വൽ മഖാഹി, കഫേകളിലൂടെ ഒക്കെ ഇങ്ങനെ അയാൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. യുഅക്കിസ് അൽ ഖിയമൽ ഇജ്തിമാഇയ്യ താരിഖിയ്യ ദീനിയ, മതപരവും ചരിത്രപരവും സാമൂഹ്യപരവുമായിട്ടുള്ള വാല്യൂകളെ പ്രതിഫലിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു മസ്റഹ് ഹക്കവാത്തി. അബൂ ഖലീൽ ഖബ്ബാനിയാണ് ആദ്യമായിട്ട് ഇതിനൊരു നാടക ആഖ്യാന ശൈലിയിലേക്ക് കൊണ്ടുവരുന്നത്. ഹക്കവാത്തിയെ ഒരു നാടക ആഖ്യാന ശൈലിയിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യമായി അബൂ ഖലീൽ ഖബ്ബാനിയാണ്. പിന്നീട് സഅദുല്ലാ വന്നൂസ് തന്റെ കൃതികളിൽ മസ്റഹുൽ ഹക്കവാത്തിയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്.
മറ്റൊന്നാണ് മസ്രഹിയാത്ത് ഷെരിയ. നമ്മൾ മുമ്പ് പഠിച്ചു തന്നെയാണിത്. അതായത് കവിതാ രൂപത്തിലുള്ള നാടകങ്ങൾ. അതായത് ആ നാടകത്തിലെ സംഭാഷണങ്ങളൊക്കെ കവിതാ രൂപത്തിലായിരിക്കും. ബി ഉസ്ലൂബിൻ ഷെരി ആയിരിക്കും. അതിലെ പ്രധാനപ്പെട്ട പ്രോമിനന്റ് ആയ നാടകകൃത്താണ് അഹമ്മദ് ഷൗക്കി. അദ്ദേഹമാണ് ഈ ഒരു മസ്രഹിയാത്ത് ഷെരിയയുടെ പിതാവായിട്ട് റായിദു ഹാദൽ ഫന്നായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് വലിയ സ്കില്ല് ഈ മേഖലയിലുണ്ടായിരുന്നു അഹമ്മദ് ഷൗക്കിയുടെ കാലശേഷം അസീസ് ബാവ, അഹമ്മദ് ബാക്കസീർ, അബ്ദുറഹ്മാൻ ഷർക്കാവി, സലാഹ് അബ്ദുസ്സബൂർ, നജീബ് മസ്റൂർ പോലുള്ള ആളുകളൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു. ഇനി സലാഹ് അബ്ദുസ്സബൂറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അദ്ദേഹമാണ് മസ്രഹിയ ഷെരിയയുടെ ആദ്യകാല സ്റ്റെപ്പുകൾ, അതിൻ്റെ പിന്നെ ആദ്യകാല രീതികൾ തുടക്കം കുറിച്ച വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സലാഹ് അബ്ദുസ്സബൂർ. അദ്ദേഹത്തിന്റെ കൃതികളാണ് കവിതയിലും ഡ്രാമയിലും വളരെ ഔന്നിത്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ജമഅ ബൈന ജമാൽ ഗിന, അദ്ദേഹം പാട്ട് ഒരുമിച്ച് കൂട്ടി. വഖുവത്തി ഡ്രാമയുടെ ശക്തിയും ഫി ശക്ലിൻ മുത്തക്കാമിൽ, ഒരു ഇന്റഗ്രേറ്റഡ് ആയ രൂപത്തിൽ. അദ്ദേഹത്തിന്റെ കലാപരമായ സവിശേഷതകൾ ജമഅ ബൈന തുറാത്തിൽ അറബി വൽ ഫിക്രിൽ അറബി, അറബ് സംസ്കാരത്തെയും പാശ്ചാത്യൻ ചിന്തകളെയും അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിരുന്നു. ബി ഉസ്ലൂബിൻ ശഅരിയ്യിൻ മുമയ്യിസ്, വേറിട്ട ഒരു കവിതാ രൂപത്തിൽ. നാഖശ ഖളായ മിസ്ൽ ഹുജിയ സൽത്ത ഇഖ്തിറാബിൽ ഇൻസാൻ, മനുഷ്യന്റെ പ്രവാസം, അധികാരം, സ്വേച്ഛാധിപത്യം, സ്വാതന്ത്ര്യം പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്തത്. ഇസ്തൗഹാ മിനൽ മസ്റഹി ഷാബി അൽ മിസ്രി വൽ മസ്റഹി അൽ ഇഗ്രീഖി വൽ ഔറുബി, യൂറോപ്യൻ ഗ്രീക്ക് നാടകങ്ങളിലും അതുപോലെ ഈജിപ്ഷ്യൻ നാടൻ നാടകങ്ങളിലൊക്കെ ആകൃഷ്ടനായിക്കൊണ്ടാണ്, അതിൽ പ്രചോദിതനായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൃതികൾ, രചനകൾ നടത്തിയത്. ചരിത്രപരവും പാശ്ചാത്യപരവും അറബിയിലുള്ളതുമായ നസ്സുകൾ അദ്ദേഹം എന്തായി ഉപയോഗിച്ചു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ നാടകങ്ങളും നാടകത്തിന്റെ ഉള്ളടക്കങ്ങളും അവിടെ കൊടുത്തിട്ടുള്ളത് മഅസാത്തുൽ ഹല്ലാജ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ചിന്ത സ്വേച്ഛാധിപത്യത്തിനെതിരെ നടത്തുന്ന പോരാട്ടമാണ് ഈ ഒരു നാടകത്തിൽ പറയുന്നത്. മുസാഫിർ ലൈൽ എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യത്തെ പൊളിറ്റിക്കലായും സോഷ്യലായിട്ടും റിലീജിയസ് ആയിട്ടൊക്കെ നേരിടുന്നു. ലൈല വൽ മജ്നൂൻ എന്ന് പറയുന്നത് പാശ്ചാത്യൻ ടെക്നിക്കുകളെ, അതിലുള്ള ആധുനികമായ പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു തരത്തിലുള്ള നാടകമാണ്. അൽ അമീറാത്ത് എന്തതിർ എന്ന് പറഞ്ഞാൽ നാടകൻ അവതരണത്തെയും ഗ്രീക്ക് പരമ്പരാഗത നാടകത്തെയൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃതിയാണ് അൽ അമീറാത്ത് എന്തതിർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരാളാണ് നജീബ് സുറൂർ എന്ന് പറയുന്ന ആള്. 932 ജനിച്ച് 978 അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ചരിത്രവും. ഷാഇറാണ്, നിരൂപകനാണ്, എഴുത്തുകാരനാണ്, ഈജിപ്ഷ്യനാണ്. ഷാഇറുൽ അഖൽ എന്ന ഒരു ലഖബ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നിയമ പഠനമൊക്കെ ആദ്യം നടത്തിയിരുന്നു, പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ച് നാടകത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സോവിയറ്റ് യൂണിയനിൽ വെച്ചാണ് അദ്ദേഹം ഈ നാടക കലയിൽ പ്രൊഡ്യൂസിംഗ് ഒക്കെ പഠിച്ചെടുത്തത്. പിന്നീട് ഹംഗറിയിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഈജിപ്തിൽ തിരിച്ചു വരികയും ഈജിപ്തിലെ ആ കാലയളവിൽ 1960കളിലൊക്കെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു നാടകകൃത്തായിട്ട് മാറുകയും ചെയ്തു. അദ്ദേഹം ഇഹ്തിജാജാത്ത് ഷഅബിയ, ജനകീയ പ്രതിഷേധങ്ങളിലൊക്കെ വളരെ ആകൃഷ്ടനായിരുന്നു. ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ജനകീയ പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായിട്ടുണ്ടായിരുന്നു. ഖത്തബ മസ്രഹിയാത്ത് ഗിനാഇയ്യ വനസ്രിയ, അദ്ദേഹം ഗദ്യ നാടകങ്ങളും പദ്യ നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് യാസീൻ വ ബഹിയ, യാ ബഹിയ വ ഖബ്ബിരീനി, അലോ യാ മിസ്ർ മീര മാർ, മിനീൻ ഉജീബുന്നാസ്, ഖൂലു ലിഐൻ ഷംസ്, ആ യാ ലൈൽ യാ ഖമറൽ കലിമാത്തുൽ മുതഖാത്തിയ. ഇതാണ് നജീബ് സുറൂറിനെ കുറിച്ച്. ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് സലാഹ് അബ്ദുസ്സബൂറിനെ കുറിച്ചാണ്. പിന്നീട് നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിലുള്ളത്. ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞത് ആധുനികമായ നാടക സാഹിത്യത്തിന്റെ പുരോഗതികൾ, അതിലെ വന്ന പുതിയ പുതിയ ട്രെൻഡുകൾ, മൂവ്മെന്റുകൾ, അതുപോലെ സലാഹ് അബ്ദുസ്സബൂറിനെ കുറിച്ചും നജീബ് സുറൂറിനെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.